ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വന്യമൃഗം ഒപ്പം തന്നെ മനുഷ്യൻ, ഇവരുടെ സംഘർഷം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അടുത്ത കാലത്തായി മരിക്കുന്ന ആളുകൾക്ക് എണ്ണമില്ല. കാഞ്ഞിരവേലിയിൽ ഇന്ദിരാ രാമകൃഷ്ണൻ മരിച്ചിട്ട് മാർച്ച് 4-ന് ഒരു വർഷം പിന്നിട്ടു. ദാരുണമായ മരണവാർത്തകൾ എങ്ങും നിന്നും കേൾക്കുമ്പോൾ വ്യത്യസ്തമായ 2 പേർ ചർച്ചയ്ക്കെത്തുന്നു. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് 2 പേരാണ്. ആദ്യം ശ്രീ എം.എൻ. ശ്രീനിവാസൻ. രണ്ടാമത് ചർച്ച തുടരുന്നത് ശ്രീ പി.ആർ. ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തെ പിന്നീട് പരിചയപ്പെടാം. ശ്രീ എം.എൻ. ശ്രീനിവാസൻ കാഞ്ഞിരവേലി സ്വദേശിയാണ്. അദ്ദേഹം ഒപ്പം അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പർ കൂടിയായിരുന്നു. സ്വാഗതം സാർ. സാർ, ഇന്നിപ്പോൾ അങ്ങയെ വിളിച്ചത് ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ്. കാഞ്ഞിരവേലിയിൽ അതിദാരുണമാം വിധം ഇന്ദിരാ രാമകൃഷ്ണൻ, അങ്ങനെയാണ് അവരുടെ പേര്, മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ 4-ാം തീയതി ആന ചവിട്ടിക്കൊന്നതാണ്. ഇപ്പോൾ നമ്മൾ ആന ചവിട്ടിക്കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഒരു സാമാന്യ രീതിയിൽ ആളുകൾ കേട്ട് ക്ലീശയായ ഒരു പദം പോലെ അല്ലെങ്കിൽ ഒരു സംഗതിയായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അതിനകത്തൊന്നും വലിയ ഗൗരവം ഇപ്പോൾ ആരും കൊടുക്കുന്നില്ല. പണ്ടൊരിക്കൽ ഒരു ചർച്ച, അങ്ങയുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിലാണെന്ന് തോന്നുന്നു, ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു 1 വർഷം മുമ്പ്, ഇത് വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ അത് ആഴ്ചയിൽ, മാസത്തിലൊരിക്കലും, പിന്നീട് ആഴ്ചയിലും, പിന്നെ ദിവസത്തിൽ തന്നെ ഒന്നിലധികം ആളുകൾ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പറയും. ഇന്ദിരാ രാമകൃഷ്ണൻ മരിച്ചതിന് ശേഷം അവിടെ ഒരു വലിയ ജനരോഷം ഉണ്ടാവില്ലായി. അങ്ങേക്കതറിയാം. അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. കാരണം ഒരാൾ മരിക്കുമ്പോൾ അതിനകത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് ശരിയല്ല. ആളുകളുടെ പ്രതിഷേധം ശക്തമായി ഇരമ്പുകയും നേരിമംഗലം, കോതമംഗലം, അതുപോലെ തന്നെ കാഞ്ഞിരവേലി ഭാഗങ്ങളൊക്കെ ആളുകൾ കൂട്ടം കൂടുകയും ആനയുടെ ഇത്തരം അല്ലെങ്കിൽ കാട്ടാനകളുടെ ആക്രമണത്തിനെതിരെ സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ അന്ന് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പലരും രംഗത്ത് വരികയും ഒട്ടേറെ വാഗ്ദാനങ്ങൾ ചെയ്യുകയൊക്കെ ഉണ്ടായി. അത് എല്ലാ രംഗത്തും നമ്മുടെ വയനാട്ടിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇടുക്കിയിലാണെങ്കിൽ കാട്ടാനകളുടെ ശല്യം വളരെ കൂടി വരുന്നുണ്ട്. ഇത് നമുക്ക് ആദ്യം കാഞ്ഞിരവേലിയിലേക്ക് തന്നെ പോകാം. സാർ, എന്താണ് സത്യത്തിൽ ഈ ഇന്ദിരാ രാമകൃഷ്ണൻ്റെ മരണത്തിന് ശേഷം കാഞ്ഞിരവേലിയിൽ ആനകളുടെ ശല്യം തുടരുന്നുണ്ടോ? ആനകളുടെ ശല്യം അതിനേക്കാൾ രൂക്ഷമായി ഇപ്പോഴും തുടരുന്നു. അതിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. മാത്രമല്ല, അന്ന് ആളുകൾ പറഞ്ഞ, അല്ലെങ്കിൽ മന്ത്രിമാരുൾപ്പെടെ പറഞ്ഞ ഫെൻസിങ് പദ്ധതികൾ യാതൊന്നും ഇതുവരെ നടപ്പായിട്ടുമില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ ഫെൻസിങ് എന്ന് പറയുന്നത് അത്ര കണ്ട് എളുപ്പമാണോ? അതായത് ആനകൾ വരാതിരിക്കാൻ വേണ്ടി വേലി തീർക്കുക, അത് വൈദ്യുത വേലിയുണ്ട്, അല്ലാത്ത വേലികളൊക്കെ ഉണ്ടല്ലോ. പലതരം മാർഗങ്ങളായിരുന്നു സ്വീകരിക്കുക. ആന വരാതിരിക്കാൻ വേണ്ടി ഗർത്തങ്ങൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ ഫെൻസിങ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ വലിയ മുടക്കുള്ളതാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്ന് നടത്തുമെന്ന് അന്നത്തെ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാണ്. എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? ചെറിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. കാരണം ഒരു വർക്ക് ആകെ കാഞ്ഞിരവേലിയിൽ 6 കിലോമീറ്റർ വർക്കാണ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ 2021 സെപ്റ്റംബറിൽ കണക്കെടുത്ത് പോയിട്ട് 6 കിലോമീറ്ററിൻ്റെ ആയിരുന്നു അന്നത്തെ വർക്ക്. അതിൽ 2 കിലോമീറ്ററിൻ്റെ ടെൻഡർ ചെയ്തു. ആ ടെൻഡർ ചെയ്തിട്ട് ഇപ്പോൾ ടെൻഡർ എടുത്തിട്ട് 6 മാസം കഴിഞ്ഞു. ഈ 6 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു മരം പോലും വെട്ടി അതിൻ്റെ പണി തുടങ്ങാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഭാഗത്ത് നിൽക്കുന്ന 2 കിലോമീറ്ററിൻ്റെ ഭാഗത്തുള്ള 60ഓളം മരങ്ങൾ വെട്ടിമാറ്റിയിട്ട് വേണം ഈ ഫെൻസിങ് പദ്ധതി പൂർത്തീകരിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് നേരിയമംഗലം റേഞ്ചിൻ്റെ 6-ാം മൈൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് കണക്കെടുക്കുകയും അത് നമ്പർ അടിക്കുകയും അത് പിന്നെ റേഞ്ച് ഓഫീസർ അതിൻ്റെ റിപ്പോർട്ട് DFOയ്ക്ക് കൊടുത്തു. DFO CCFന് അയച്ചു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇതുവരെ തിരിച്ച് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് അത് കുറേ മരങ്ങൾ വെട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചേക്കണം, ചെറിയൊരു തുകയാണ് അനുവദിച്ചേക്കണം. അതിൻ്റെ നടപടിക്രമങ്ങളും ഇതുവരെ പൂർത്തിയായിട്ടില്ല. അപ്പോൾ 6 മാസം മുമ്പ് ടെൻഡർ എടുത്ത 2 കിലോമീറ്ററിൻ്റെ വർക്ക് പോലും ഈ നടപടിക്രമങ്ങളുടെ ഒരു ഇഴഞ്ഞു നീങ്ങലും മറ്റ് പല വിധത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മൂലം യഥാവിധി നടന്നിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. പിന്നെ മറ്റൊരു വർക്ക് 6 കിലോമീറ്റർ പ്രധാന ഭാഗത്തുള്ള 4 കിലോമീറ്റർ, അതിനെ 3 പ്രാവശ്യം ടെൻഡർ വിളിച്ചിട്ടും ഈ വർക്ക് ഏറ്റെടുക്കാൻ ആരും ഇതുവരെ തയ്യാറായില്ല.
തയ്യാറാവാത്തതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ഈ പ്രധാനപ്പെട്ട 2 കിലോമീറ്റർ ഭാഗത്തോടെ ആന വരുന്ന, അതായത് ആന കാഞ്ഞിരവേലിക്ക് വരുന്ന ദേവിയാർ മുതൽ പാട്ടിടമ്പ് വരെയുള്ള ഭാഗം, ആ ഭാഗത്ത് ഏതാണ്ട് ഒരു 5-6 സ്ഥലങ്ങളിൽ കൂടിയാണ് ആന സഞ്ചരിക്കുന്നത്. ആ നടപ്പാത അല്ലെങ്കിൽ ആനപ്പാതയുടെ ഭാഗത്ത് 2 കിലോമീറ്റർ ഫെൻസിംഗ് ഇട്ട് പൂട്ടിയാൽ ഈ ഭാഗം കാഞ്ഞിരവേലി, ചെമ്പൻകുഴി, നീണ്ടവർ, കരിവള്ളി എല്ലാ ആന പോകുന്നത് തടയാൻ കഴിയും. അങ്ങ് പറയുന്നതിൽ ഒരു പ്രായോഗികതയുണ്ടോ? ആനത്താര ഉണ്ട്, ആനത്താരകൾ വഴിയാണ് ആന സഞ്ചരിക്കുക എന്നുള്ളതൊക്കെ ശരിയാണ്. അതിന് എന്തെങ്കിലും വിഘ്നം സംഭവിച്ചാൽ, അവരുടെ മാർഗത്തിന് എന്തെങ്കിലും തടസ്സം സംഭവിച്ചാൽ അവ മറ്റൊരു മാർഗം തിരഞ്ഞെടുത്ത് കടന്നു പോകില്ല. അങ്ങനെയല്ലേ ആനയ്ക്ക് സ്വഭാവം ഉണ്ടാവില്ല? അല്ല, ആനയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്ത തരത്തിൽ വൈദ്യുതി ഷോക്ക് അടിക്കുന്ന ഭാഗത്തേക്ക് ആന സ്വാഭാവികമായിട്ടും വരില്ല. അത് നമ്മുടെ അനുഭവത്തിലുണ്ട്. അപ്പോൾ ഞാനവിടെ ഫെൻസിങ് വൈദ്യുത വേലിയാണോ ഉദ്ദേശിച്ചത്? അതെ, ഞാനവിടെ വനസംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ 1.5 കിലോമീറ്റർ അവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അത് കാഞ്ഞിരവേലി കോളനി ഭാഗമാണ്. ആ ഭാഗത്ത് ആന ഇറങ്ങുന്നില്ല. അപ്പോൾ അവിടെ വൈദ്യുതി ലൈൻ ഓഫായി കിടക്കുന്ന ചില സന്ദർഭം അവിടെയായിരുന്നു ഏറ്റവും രൂക്ഷമായത്. പക്ഷേ ഈ പദ്ധതി പലരും എങ്ങനെ പറഞ്ഞു അത് ഗുണകരമല്ല, പരാജയപ്പെടും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ആ ഒരു ഭാഗം, ഒരു 1.5 കിലോമീറ്റർ ഭാഗത്ത് ആന ഇറങ്ങുന്ന സാഹചര്യമില്ല. ഇനി ആ ഭാഗത്തേക്ക് ആന വരുന്നത് മറ്റേതെങ്കിലും മെയിൻ റോഡിലൂടെ തന്നെ കുറേയധികം സഞ്ചരിച്ചാണ് വരുന്നത്. പിന്നെ വീണ്ടും അവർ ആ വൈദ്യുതി വേലിയിൽ കയറുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടാണ്, കയറാൻ ആന തയ്യാറാവില്ല. വീണ്ടും 2 കിലോമീറ്റർ ഫെൻസിങ് തീർക്കുമ്പോഴേക്ക് 60 മരങ്ങൾ മുറിക്കേണ്ടി വരുന്നുണ്ടെന്ന് പറയും. അത് ചെറുതും വലുതായ മരങ്ങളൊക്കെ ഉണ്ടാവും, നല്ലതും അല്ലെങ്കിൽ ഒരുപക്ഷെ വിലയുള്ളതും വിലയില്ലാത്തതും കാമ്പുള്ളതും കാമ്പില്ലാത്തതുമായ മരങ്ങളൊക്കെ കണ്ടേക്കാം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിന് തടസ്സമായി നിൽക്കുന്ന വനം വകുപ്പാണ്. വനം വകുപ്പ് തടസ്സം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വനം വകുപ്പിന് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ അവർ ചെയ്യുന്നു. അതിൻ്റെ ഉദ്യോഗസ്ഥർ അതിൻ്റെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു രീതിയാണ് അതിനകത്ത് ഇതുവരെ കണ്ടേക്കുന്നത്. അപ്പൊ അങ്ങയുടെ അനുഭവം വെച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വൈദ്യുതി വേലിക്ക് നമ്മൾ ടെൻഡർ വിളിച്ച് അതിന്റെ പണി തീർന്നാൽ മാത്രം പോരല്ലോ. ഇത് കറന്റുമായി ബന്ധപ്പെട്ട, ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് KC ബോർഡിന്റെ അംഗീകാരം കൂടി വേണ്ടേ? KC ബോർഡ് ബാറ്ററി സിസ്റ്റമാണ്, ബാറ്ററിയുടെ സിസ്റ്റമാണ്. അത് ആ കറണ്ട് അടിക്കുന്നതുകൊണ്ട് ആനയ്ക്ക് മറ്റ് ഗുരുതരമായ പരിക്കുകളേക്കില്ല. ആ സിസ്റ്റമാണ്. അപ്പൊ അത് നടപ്പാക്കിയാൽ മതി. നടപ്പാക്കിയാൽ ഒരു പരിധിവരെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്താൽ മതി. അല്ല, ഇപ്പൊ എന്താണ് ഈ 6 കിലോമീറ്ററിൽ ഇപ്പൊ ഈ 2 കിലോമീറ്ററിന്റെ വർക്ക് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, അത് നിലച്ചതിന്റെ കാരണം എന്താണെന്നാണ്? തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് തുടങ്ങിയിട്ടില്ല. അതായത് അതിന്റെ നടപടിക്രമം, അതായത് ഈ മരങ്ങൾ വെട്ടിയതിന് ശേഷം, അതായത് ഇപ്പൊ ലോക്കലിലുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ അവർക്ക് അനുമതി കൊടുക്കാൻ അധികാരമില്ല, റേഞ്ച് ഓഫീസിന് അധികാരമില്ല. പിന്നെ ആരാണ് ഇത് പ്രഖ്യാപിച്ചത്? ഇത് DFO ഓഫീസിൽ കൊടുത്തിട്ട് DFO അവിടെ നിന്ന് CCF, കോട്ടയം CCFന്റെ ഓഫീസിലേക്ക് കൊടുക്കണം. അവിടെ നിന്ന് തിരിച്ചു തന്നെ ഈ ഫയൽ. അങ്ങനെയാണ് ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ. വനം വകുപ്പിലൂടെ ഇത് സാധിക്കുള്ളൂ. വനം വകുപ്പാണ് ചെയ്യേണ്ടത് ഫെൻസിങ് എന്ന് പറയുന്നത്. അതെ, സർക്കാർ ഇപ്പൊ പ്രഖ്യാപിച്ചതാരാണ്? വനം വകുപ്പ് തന്നെ. വനം വകുപ്പിന്റെ 2021 എടുത്ത എസ്റ്റിമേറ്റ്. അപ്പൊ അന്ന് ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് താൽക്കാലികമായ ഒരു ആശ്വാസമാകട്ടെ എന്ന് കരുതി ചെയ്തതായിരിക്കും, വെറുതെ ചെയ്തതായിരിക്കും. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെപ്പറ്റി അതിന്റെ മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ പറയുന്നത് ജനപ്രതിനിധികൾ അപ്പടി വിശ്വസിക്കുകയും ആ തരത്തിൽ നേരിട്ട് അതിൻ്റെ ഓഫീസിൽ ഇടപെട്ടൊക്കെ പരിശോധിച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളൊരു ശൈലി ജനപ്രതിനിധികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അതിന് പകരം ഉദ്യോഗസ്ഥർ പറയുന്നവർ വിശ്വസിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതാണ് ഒരു വർഷം നടക്കാതെ പോയതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഈ 6 കിലോമീറ്ററോളം ഇത് ചെയ്ത് കിട്ടിയാൽ, ഫെൻസിങ് ചെയ്ത് കിട്ടിയാൽ ഈ വന്യജീവി ആക്രമണത്തെ, പ്രത്യേകിച്ച് കാട്ടാനയുടെ ആക്രമണത്തെ ഒരു പരിധി വരെ തടയാൻ കഴിയുമെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? അതെ, ഒരു പരിധി വരെ അനുഭവം അതാണ്. കാരണം അങ്ങ് അവിടുത്തെ ആളാണ്, അവിടുത്തെ ഭൂമിശാസ്ത്രം മുഴുവൻ പോരെങ്കിൽ അങ്ങ് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആളാണ്. അവിടുത്തെ ഒരു മണൽത്തരി പോലും അങ്ങേയമായി പരിചയത്തിലാണ്. ഞാൻ അവിടെ വനസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 1.5 കിലോമീറ്റർ ഫെൻസിങ് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അനുഭവത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ കൂട്ടം കൂടി 8ഉം 10ഉം ആനകളെയൊക്കെ വഴി സൈഡിൽ കാണുന്നുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ റോഡിൽ കാണുന്നുണ്ട്. ആന ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തരുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ആനകളുടെ സഞ്ചാരം ആ വഴിക്ക് കൂടിയിട്ടുണ്ട്. ഫോറസ്റ്റുകാരുടെ ശ്രദ്ധ സജീവമായിട്ടുണ്ട്. മുൻകാലത്തേലെ അപേക്ഷിച്ച് ഡെയിലി അവിടെ പട്രോളിങ്ങിന് വേണ്ടി RRT ടീം വരുന്നുണ്ട്. അവർ പെട്രോളിംഗ് ഒക്കെ നടത്തിയാൽ ആനയുടെ വരവിന് തടയാൻ കഴിയും. ഒരു ജനങ്ങളെ ഭയത്തിൽ നിന്ന് മാറ്റുന്നതിനും, അതായത് ഒരു പ്രദേശത്ത് 350ഓളം വീടുകളിലെ ആളുകൾ ആ പ്രദേശത്ത് ഏത് സമയത്ത് ആന ഇറങ്ങാം എന്നുള്ള ഭയന്ന് ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏത് നടപടിക്രമങ്ങളും, അതായത് അവർ പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് ഓടിച്ചുവിടാനൊക്കെ ശ്രമിക്കുക,
കാട്ടിലേക്ക് കയറ്റിവിടാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കത് ആശ്വാസമാണ്. അല്ല, ഇതിപ്പോൾ അങ്ങ് ഭാഗത്തെ ആവറൂട്ടി ഭാഗത്തുള്ള ആനകൾ, അല്ലെങ്കിൽ പൂയംകുട്ടി ഭാഗത്തുള്ള ആനകൾ, കുട്ടമ്പുഴ ഭാഗത്തുള്ള ആനകൾ, ഇത് ആനകളൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടി ചാലൊരുക്കുന്ന ഒരു നടപടി ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അത് അപവാദങ്ങളാണോ അതേ പരദൂഷണങ്ങളാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ ആനയുടെ കണക്കുമായി ബന്ധപ്പെട്ട് ഈയിടെ ഒരു കണക്ക് വന്നിരുന്നു. 2017 6000-ഓളം ആനയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2024 കണക്ക് പ്രകാരം 1798 ആനയാണ് കേരളത്തിലുള്ളൂ. അപ്പോൾ ബാലൻസുള്ള ആനയുടെ ഇത്ര ആന, അതായത് 4000-ന് മുകളിൽ ആനകൾ കുറഞ്ഞേക്കുവാണ്. എന്തുകൊണ്ടാണ് ആന കുറഞ്ഞേക്കണെന്നുള്ളതാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം അതിൽ ആന വർദ്ധിച്ചു എന്ന് പറഞ്ഞത് സർക്കാരിൻ്റെ കണക്ക്, അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ കണക്ക് പ്രകാരം ആന വർദ്ധിച്ചിട്ടില്ല. ആനയുടെ എണ്ണം കുറയുകയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഉള്ള ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. അല്ല, മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനത്തെ കാര്യം ചിന്തിക്കുമോ? അപ്പം 6000-ലധികം ആനകൾ ഉണ്ടായിരുന്ന നമ്മുടെ കാട്ടിൽ പെട്ടെന്ന് അത് 2000-ൽ താഴെയായി കുറഞ്ഞെങ്കിൽ സംതിങ് ഹാപ്പൻഡ്. അത് വളരെ മോശമായി സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം. ഒന്നുകിൽ ആളുകൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ച് ചത്തിട്ടുണ്ട്. കുട്ടമ്പുഴ എന്നാലും 3 ആന ചത്തു, കാഞ്ഞിരവെല്ലിൽ ഒരു ആന ചത്തു. അതുപോലെ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പം പിണൂർക്കുടിയിൽ കഴിഞ്ഞ ദിവസം ഒരു ആന ചെരിഞ്ഞു, ചെറുത്. അങ്ങനെ തുടർച്ചയായിട്ട് ആനകൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ സർക്കാരിന്റെ കണക്ക് പ്രകാരം ഉള്ള ആനകൾ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആന കുറയാണ് ചെയ്തേക്കുന്നത്. ആന കുറയുന്നത് സർക്കാരിന്റെ കണക്കിലാണ്. സർക്കാരിന്റെ ഈ വന്യജീവികളുടെ എണ്ണം പെരുകുന്നത് ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് ഒരു കണക്കിന്റെ കളി സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? അത് വനവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. 2 തരത്തിലുണ്ടല്ലോ. അത് വനം വകുപ്പ് നേരിട്ട് വനത്തിൽ ചെയ്യുന്നതും, പിന്നെ നാട്ടിലെ വനവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പും. അപ്പോൾ നമ്മുടെ വനത്തിന്റെ വിസ്തൃതി 35% എത്തിക്കുക എന്നുള്ളത് ഒരു അജണ്ടയാണല്ലോ. അത് അങ്ങേക്കറിയാലോ. അത് അജണ്ടയാണോ എന്ന് വെച്ചാൽ സർക്കാർ അങ്ങനെ ഔദ്യോഗികമായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് ഒരു അനൗദ്യോഗികമായിട്ട് നമുക്ക് ഇതിന്റെ പിന്നിൽ ചില കരാറുകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കരാറുകളൊക്കെ ഉണ്ടെങ്കിൽ കേരളത്തിന്റെ വനവിസ്തൃതി 35% എത്തണമെന്നും, അങ്ങനെയാണെങ്കിൽ കുറേ ഭാഗങ്ങൾ തീർച്ചയായിട്ടും വനമായി പ്രഖ്യാപിക്കപ്പെടേണ്ടതോ വനമായി വികസിപ്പിക്കപ്പെടേണ്ടതോ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട് എന്ന് തോന്നലുണ്ടോ? അല്ലാതെ വനത്തിന്റെ വിസ്തൃതി കൂട്ടുന്നതിനും ഒക്കെയായി ബന്ധപ്പെട്ട് ഇതുവരെ അങ്ങനെ ഭൂമി വനത്തിനായിട്ട് വിട്ടുകൊടുത്തേക്കുന്ന കേരളത്തിൽ 250 കുടുംബങ്ങളുണ്ട്. അത് റീബിൽഡ് കേരളയുടെ ഒരു പദ്ധതിയായി ബന്ധപ്പെട്ട്, അതായത് ഒരു മലയടിവാരത്തിൽ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ രൂക്ഷമായിട്ടുള്ള സ്ഥലത്ത് ആ പ്രദേശത്തെ ആളുകൾ അവരുടെ ജീവിത സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവിടം വിട്ടുപോകുമ്പോൾ മറ്റൊരു സ്ഥലം കണ്ടെത്തി ആ വീടും എല്ലാം വാങ്ങുകയും ചെയ്യുമ്പോൾ അങ്ങനെയാണ് അതിനകത്ത് പൈസ കൊടുക്കുന്നത്. അല്ല, വനത്തിന്റെ വിസ്തൃതി കൂട്ടാനുള്ള ചില നടപടികളൊക്കെ സർക്കാർ അല്ലെങ്കിൽ അത് ജനങ്ങളുടെ സുരക്ഷയെ കണ്ടതാണ്. അത് ആ പദ്ധതിയുണ്ട്, ചിന്നക്കനാലിലുണ്ട്, കാഞ്ഞിരവെല്ലിൽ വഴി അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ചെയ്യുള്ളൂ. അതായത് അവർക്ക് ബോധ്യപ്പെടണം. എൻ്റെ അനുഭവം അതാണ്. അങ്ങനെ സംസ്ഥാനത്ത് 200 കണക്ക് ഉണ്ട്. 250 പേരാണ്. വയനാടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മാറിയിരിക്കുന്നത്. കാരണം ഒരു ഉരുൾപൊട്ടൽ, വന്യമൃഗശല്യം, ഈ 2 പ്രശ്നമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വയനാട്ടിലാണ് പോയേക്കുന്നത്. ഇപ്പോൾ കാഞ്ഞിരയിൽ 100 കണക്കിന് ആളുകൾ അപേക്ഷ വെച്ചിട്ടുണ്ട്, ഈ ഭൂമി വിട്ടുകൊടുത്തോ നീ എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും നടപ്പാവുന്ന ലക്ഷണമില്ല. അടുത്ത് ജനം തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അങ്ങനെ നീങ്ങുന്നുണ്ട്. അങ്ങനെ കാഞ്ഞിരവേലി എന്നല്ല, മാമലക്കണ്ടം, കാഞ്ഞിരവേലി അടക്കം പല പ്രദേശത്തുനിന്നും ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ട്, പോകുന്നുണ്ട്. സാർ, അങ്ങേക്ക് അറിയാലോ, കൃഷി ചെയ്താലൊന്നും കിട്ടാനില്ല. ഇപ്പൊ പാവപ്പെട്ട കർഷകൻ പിന്നെ എന്നാ ചെയ്യും? അവൻ്റെ കൃഷി സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കുരങ്ങായിട്ടും കോന്തിയായിട്ടും പറമ്പ് കൊളുത്തുന്ന പണ്ട് ആരും പറഞ്ഞ പോലെ നമ്മൾ ഇത് കുരങ്ങനെ കൊണ്ടും കാട്ടുപന്നിയെ കൊണ്ടും കാട്ടുപോത്തിനെ കൊണ്ടും ആനയെ കൊണ്ടും ഒക്കെ കർഷകൻ പൊറുതിമുട്ടിയിട്ടുണ്ട്. അവന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെ നിങ്ങൾക്ക് അറിയാലോ. കാഞ്ഞിരവേലി പോലൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ അറിയാലോ. അതുപോട്ടെ, അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. അത് കർഷകരുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ഇപ്പോൾ ഈ റോഡ് പണി നേരുമംഗലം തൊട്ട് വളറ വരെയുള്ള ഭാഗത്ത് റോഡ് പണി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പോരുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയും, JCB മണ്ണെടുക്കുന്നുണ്ട്. റാണിക്കല്ല് തൊട്ട് ഇപ്പുറത്തേക്കുള്ള ഭാഗത്തേക്ക് ഇപ്പോൾ നല്ല വളരെ ത്വരിത വേഗത്തിലാണ് പണി നടക്കുന്നത്. വീതി കൂട്ടുന്നുണ്ട്. അപ്പോൾ വനപ്രദേശത്ത് റോഡ് പണിയാനുള്ള അനുമതി ഇതിനോടകം കിട്ടിയെന്നാണല്ലോ അർത്ഥം. അതെ, അത് നമ്മൾ കുറേ കാലങ്ങളായി കാത്തിരിക്കുകയാണ്. എത്രയോ കാലത്തെ വിവാദങ്ങളും, എത്രയോ കാലത്തെ അപവാദങ്ങളും, എത്രയോ കാലത്തെ സമരങ്ങളും ഒക്കെ ആയിരുന്നു അതിൻ്റെ പിന്നിൽ വേണ്ടി. ഒടുവിൽ വനം വകുപ്പ് വഴങ്ങി എന്ന് വേണം നമ്മൾ
അനുമാനിക്കാൻ. ഏതായാലും പണി ആരംഭിച്ചിട്ടുണ്ട്. ഈ റോഡിനോടൊപ്പം തന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള റോഡിനോടൊപ്പം തന്നെ അതും തീരും. അതുപോലെ നേരുമംഗലം പാലത്തിൻ്റെ പണി ഏതാണ്ട് അവസാനിക്കുന്നുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ പണി ഏതാണ്ട് അവസാനിക്കുന്നുണ്ട് അല്ലേ? വെട്ടി ഇങ്ങോട്ട് മുട്ടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് മുട്ടിച്ചിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കാൻ വരുന്നത്, ഇപ്പം ആനകൾ കൂട്ടം കൂടി നമ്മൾ പറയുന്ന NH-ലേക്ക് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഈ ആനകൾക്ക് കടന്നു പോകാൻ വേണ്ടി ഒരു വഴിത്താര, ഒരു അണ്ടർ പാസേജ് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അത് അവര് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് അത് നിങ്ങളെ പോലുള്ള ഇതിനു മുൻപും 5-ാം മൈൽ ഭാഗത്തുനിന്ന് അവിടെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യം, അതായത് 5-ാം മൈലിന്റെ താഴ്ഭാഗമായിട്ടുള്ള 3-ാം മൈൽ ഭാഗത്ത് ആന ഇറങ്ങുന്ന ഭാഗം റോഡിന്റെ വട്ടം ചാടി ഇങ്ങോട്ട് വരുന്ന, അതായത് കാഞ്ഞിരവേലി ഭാഗം നീണ്ടോറ അങ്ങനെ പോകുന്ന സ്ഥലത്ത് ബ്ലോക്ക് ചെയ്യുന്നതിന് ഫോറസ്റ്റ് എന്ന് എതിരാ, അവരൊരിക്കലും സമ്മതിച്ചിട്ടില്ല. എന്ത് ബ്ലോക്ക് ചെയ്യുന്നതിന്? ആ ഭാഗത്ത് ബ്ലോക്ക് ചെയ്ത് നിർത്തുക, അത് ആന വരാത്ത തരത്തിൽ അവിടെ ഫെൻസിങ്ങോ വടമടക്കമുള്ള പല മാങ്കുളത്തൊക്കെ നടപ്പാക്കിയ പല പദ്ധതികളുണ്ട്. അത് നടപ്പാക്കുന്നതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എതിരാണ്. കാരണം വാളറ വനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഹെക്ടർ കണക്കിന് ഭൂമി കിടക്കുന്നത് കാഞ്ഞിരവേലിയുടെ വടക്കു ഭാഗവും കുളമാങ്കുഴിക്കുടി വാളറ അതിന്റെ താഴ്ഭാഗം. ഈ ആന നിർഭയം സഞ്ചരിക്കട്ടെ, ആന നിർബാധം സഞ്ചരിക്കട്ടെ, ആന സ്വൈരവിഹാരം നടത്തട്ടെ എന്നൊരു ചിന്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതെ ഇല്ല. അല്ല, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി അതാണല്ലോ, വനം വന്യജീവി സംരക്ഷണ വകുപ്പാണത്. അപ്പോൾ വനവും വന്യജീവികളെയും സംരക്ഷിക്കുന്ന പണിയാണ് അവരുടെ. അതിന് ഇന്ത്യ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ കീഴിൽ വനം പരിസ്ഥിതി മന്ത്രാലയം വകുപ്പ് ഉണ്ടാക്കി ഇവിടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വനം നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട് അതൊരു വകുപ്പല്ലേ, സർക്കാരിന്റെ വകുപ്പല്ലേ, അവരുടെ ജോലി അതാണ്. ഇപ്പോൾ പോലീസുകാരൻ്റെ ജോലി ക്രമസമാധാനം സംരക്ഷിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അതിനകത്ത് കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് നടപടി എന്ന് പറഞ്ഞ പോലെ ഇവർ ഇതാണ് ജോലി ചെയ്യണത്, പഞ്ചായത്തിന്റെ ജോലി പോലെ, അല്ലെങ്കിൽ അവർ ആ ജോലി ചെയ്യണം എന്നതുപോലെ വനവും വന്യജീവികളും സംരക്ഷിക്കുന്ന വകുപ്പ്, അതാണ് അവരുടെ വകുപ്പ്. ജനങ്ങളെ സംരക്ഷിക്കുന്ന വകുപ്പ് അല്ലാതെ. അത് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഞാൻ ഈ പരേതയായ ഇന്ദിരാമ്മയുടെ അവസ്ഥയിലേക്ക് തിരിച്ചു വരാം. അവരുടെ മക്കളും അവരുടെ മറ്റാളുകളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവർക്ക് സർക്കാരിൽ നിന്ന് എന്ത് കിട്ടി സാർ? സർക്കാരിൽ നിന്ന് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിരുന്നു, അന്ന് തന്നെ കൊടുത്തിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ കാര്യത്തിലൊക്കെ താല്പര്യം എടുക്കുന്നുണ്ട്, കൊടുത്തിരുന്നു, അന്ന് തന്നെ കൊടുത്തിരുന്നു. അന്ന് 4 മണിയോട് കൂടി അവർക്ക് ചെക്ക് DFOയും കളക്ടർ മന്ത്രിമാരടക്കം ഇടപെട്ട് അവർക്ക് താമസിക്കാൻ നല്ല വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ച് വീടുണ്ട്. ഞാൻ മെമ്പറായിരിക്കുമ്പോൾ കൊടുത്തൊരു വീടാണ്. അപ്പൊ അന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഫെൻസിങ് അതുപോലെ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങൾ അന്നുണ്ടായിരുന്നോ? ഈ ആനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഭയമെന്നെ ജീവിക്കാൻ, കാട്ടാനകളെയോ മറ്റ് ജീവികളെയോ പേടിക്കാതെ ജീവിക്കുക. ഇപ്പം ഈ അടുത്ത ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഞാൻ പഠിപ്പിച്ചൊരു പയ്യൻ വാഹനം കൊണ്ട് പോകുമ്പോൾ അവൻ്റെ വാഹനത്തിലേക്ക് ഒരു മ്ലാവ് എടുത്തിയാൽ, മ്ലാവ് അത് വലിയ മ്ലാവായിരുന്നു, ചെറിയ മ്ലാവല്ലായിരുന്നു. മ്ലാവ് അതൊക്കെ ഇങ്ങനെ ചിലപ്പം ഓടി വരുന്നതിൻ്റെ ഭാഗമായിട്ടോ മറ്റ് ജീവികൾ ഓടിക്കുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ വാഹനത്തിന് നല്ല പരിക്ക് കിട്ടുക, ആൾക്ക് പരിക്കൊന്നും പറ്റിയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നിറവേറ്റി കിട്ടാനുണ്ടോ? വാഗ്ദാനങ്ങൾ നിറവേറ്റി കിട്ടാണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ജൂലൈ മാസമാണ് MLA അവിടെ സന്ദർശിച്ച്, ജൂലൈ മാസം 25-ാം തീയതി സന്ദർശിച്ച് DFO ആയിട്ട് ഇടപെട്ട് തുടർ നടപടി എന്നുള്ള നിലയ്ക്കാണ് ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് എടുക്കുന്നത്. അവിടെ മുതലാണ് തുടങ്ങുന്നത്. അത് അവിടെ മാത്രമല്ല, പണംവിളിച്ചാലുണ്ട്, പിന്നെ ഇഞ്ചത്തൊട്ടി സ്റ്റേഷൻ്റെ കീഴിലുള്ള കുട്ടമ്പുഴയുടെ പഞ്ചായത്തിൻ്റെ കുറേ ഭാഗമുണ്ട്, പിണൂറുക്കുടി അടക്കമുള്ളതുണ്ട്. പിന്നെ വാളറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ തന്നെ കാഞ്ഞിരവേലിയിൽ 2 വർക്കുണ്ട്, പടിക്കപ്പ് വർക്കുണ്ട്, പരിശക്കല്ല് പഴംപിടിച്ചാലുണ്ട്, അങ്ങനെ വർക്കുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം 2021 മുതൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലുണ്ട്, അവർ ഇടപെടുന്നുണ്ട്. പക്ഷെ അവർക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ മറ്റൊരു പഞ്ചായത്തിൻ്റെ ആയി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് കൃഷി വകുപ്പുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി, ആ പദ്ധതിയുടെയും ഏതാണ്ട് നടപടിക്രമങ്ങളായിട്ടുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ചെയ്താൽ കിട്ടുമോ? കൃഷി ചെയ്താൽ കിട്ടുമെന്ന് വെച്ചാൽ ഇത്തരം സംരംഭം ഇതെല്ലാം വന്ന് ഇതിൽ നിന്നെല്ലാം മോചിതമായി കഴിഞ്ഞാൽ പിന്നെ കൃഷിയിലേക്ക് ആളുകൾ തിരിച്ചു വരും, സംരക്ഷിത വലയം തീർത്തുകൊണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈയിടെ MLA ഇടപെട്ടൊരു ആനനെ ഓടിക്കുന്ന ശബ്ദം കേൾപ്പിക്കുന്ന ഒരു പുതിയ തരം 5 ലക്ഷം രൂപ അനുവദിച്ച ഒരു മിഷ്യന്റെ പ്രോജക്റ്റ്, അത് ഒരു വലിയ പ്രോജക്റ്റാണ്. അത് മൂന്നാറിലും നടപ്പാക്കാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടാണ്. കാട്ടുമൃഗങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത, ഇഷ്ടമല്ലാത്തൊരു ശബ്ദം പുറപ്പെടുവിക്കുകയും ആ ശബ്ദത്തിൻ്റെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഏതാണ്ട് ഒരു 3 കിലോമീറ്ററിന് അപ്പുറത്ത് വച്ച് തന്നെ ഇത് സെൻസ് ചെയ്ത്
ഏത് മൃഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ മൃഗത്തെ തിരിച്ചയക്കാനുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു AI സംവിധാനം വരുന്നു. സംവിധാനം കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാപിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ MLA രാജ MLA ഇടപെട്ട് കളക്ടർക്ക് കത്ത് കൊടുത്തു. MLA ആയിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞു ചെയ്യുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ പിന്നെ ചെയ്യുന്നത്. കൂടാതെ ഇതുണ്ട്, പിന്നെ മറ്റു പദ്ധതികളുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി നീങ്ങുന്നു, യഥാവിധി നടപ്പാക്കുന്നില്ല. അതിലെ ആളുകൾ അസ്വസ്ഥരാണ്. ദൈനംദിന ആന വരുന്ന ഒരു പ്രദേശം. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് പിന്നാലെ ഒരാൾ കൂടി സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാഞ്ഞിരവേലിയിലെ പ്രത്യേക അവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാഞ്ഞിരവേലിയിലെ പ്രത്യേക അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടപ്പാക്കാൻ ഉള്ള പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കി അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാക്കണം. കൂടുതൽ ജനങ്ങളെ കുടി ഒഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇട്ടിട്ട് പ്രദേശത്ത് നിന്ന് പോകുന്ന സാഹചര്യത്തിൽ നിന്ന് ഒഴിവായി കാഞ്ഞിരവേലി എന്ന മനോഹരമായ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ജലം, പുഴ, നദി അങ്ങനെ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ. നല്ല കൃഷിയാണ്, എല്ലാത്തരം കൃഷിയുണ്ട്. അപ്പോൾ അത്തരം പ്രദേശം ഇല്ലാതായി പോകുന്ന ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെ എല്ലാം സജീവമായ ശ്രദ്ധയും, ഒരു പ്രശ്നമുള്ളിടത്തേക്കാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. ഒരു വിഷയമുള്ളിടത്ത് ജനപ്രതിനിധികളെല്ലാവരും ഇടപെടുക. ഇതിനു മുമ്പ് ഇടപെട്ടിട്ടില്ലെന്ന് നമ്മൾ ആക്ഷേപമില്ല, ഇടപെട്ടിട്ടുണ്ട്. കൂടുതൽ സജീവമായി ഇടപെടുക, ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള ഒരു താല്പര്യമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഒരു കാഞ്ഞിരവേലിക്കാരൻ എന്ന നിലയിലുള്ള അങ്ങയുടെ ആ ദേശത്തോടും അവിടെ താമസിക്കുന്ന ആളുകളോടുമുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയാണ്, തീർച്ചയായിട്ടും സ്നേഹമാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ, ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങയുടെ ആത്മാർത്ഥതയെ മുന്നിൽ ശിരസ വഹിക്കുന്നു. തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ വരികയും പ്രത്യേകിച്ച് ഇങ്ങനെ ഭയചകിതരായി കഴിയുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ വന്നതിലും സന്തോഷം. നമസ്കാരം. മനുഷ്യനും മൃഗവുമായിട്ടുള്ള സംഘർഷം എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. പലരും അത് ഉപയോഗിച്ച് കാണുന്നുണ്ട്. അത് ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഈ വന്യജീവികളുടെ ശല്യം വല്ലാതായിട്ടുണ്ട്. അതുമായി നമ്മുടെ ചർച്ച തുടരുകയാണ്. ചർച്ച തുടരുന്നത് ശ്രീ PR ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹം ചാറ്റുപാറ സ്വദേശിയാണ്. ഒപ്പം തന്നെ അടിമാലിയിലെ ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന ആൾ കൂടിയാണ്. സ്വാഗതം സാർ. തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അങ്ങേപോലെ ഒരാൾ ഇത്തരം ചർച്ചയ്ക്ക് വരികയും. തന്നെയല്ല, എനിക്ക് മൗലികമായ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഒരിക്കൽ അങ്ങ് എന്നെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഒരു സാധാരണക്കാരൻ്റെ ശബ്ദം കാഴ്ചപ്പാടിലൂടെ ജനം കേൾക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങേ വിളിച്ചത്. സന്തോഷമുണ്ട്. ഞാൻ ചോദിക്കാൻ വരുന്നത്, ഇപ്പോൾ കാഞ്ഞിരവേലിയിലെ സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് മാത്രമല്ലല്ലോ സാർ, കുട്ടമ്പുഴ, കോതമംഗലം എന്ന് വേണ്ട വയനാട്ടിലെ പ്രദേശങ്ങൾ കടുവയെ കൊണ്ട് വല്ലാത്ത ശല്യം, പുലിയെ കൊണ്ട് വല്ലാത്ത ശല്യം. മൂന്നാറിലാണെങ്കിൽ പടയപ്പ മതപ്പാടുമായി അങ്ങനെ നടക്കുകയാണ്, വിലസുകയാണ്. ഇതിനെയൊക്കെ നമ്മൾ വെടിവെച്ച് വീഴ്ത്തണമെന്നോ കൊല്ലണമെന്നോ അല്ല നമ്മൾ പറയണേ, അതല്ല. പക്ഷെ മനുഷ്യനെ കൊല്ലാതെ നോക്കണം. എന്താ, പടയപ്പ ഒരു നാട്ട് ആനയുടെ ഒരു അർദ്ധ സ്വഭാവമുള്ള ഒരു ആനയാണ്. നമുക്കതിനോടൊക്കെ വല്ലാത്ത ഓമനത്വമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാത്തിനോടും ഉണ്ട്. പക്ഷേ ഈ കാട്ടുപോത്ത് ഇന്നിപ്പോൾ വയനാട്ടിൽ ഒരു ബഹുനില എന്ന് പറയേണ്ട 1-2 നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു കൂറ്റൻ കാട്ടുപോത്ത് കയറി നിൽക്കുന്ന പടം വൈറലായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അങ്ങയുടെ അഭിപ്രായം ഈ വന്യജീവി ശല്യത്തെ സംബന്ധിച്ച്? സാർ, ഈ വന്യജീവി ശല്യത്തെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ഗൗരവമായി ആലോചിച്ച് പഠിക്കേണ്ടതുണ്ട്. വെറും ഒരു ചാനൽ ചർച്ചയോ അഭിമുഖമോ കൊണ്ട് മാത്രം തീരുന്നല്ല ഇത്. വന്യമൃഗവും വനവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിട്ടുള്ള, വനത്തിൽ പാരമ്പര്യമായി അനുഭവ സമ്പത്തുള്ള കുറേ ആളുകളുണ്ട്. അത്തരം ഒരാളാണ് ഞാൻ. വന്യമൃഗ ശല്യം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, വന്യമൃഗത്തിനും ജീവിക്കണം, മനുഷ്യനും ജീവിക്കണം. ഇത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്, അല്ലെ പ്രകൃതിദത്തമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വന്യമൃഗങ്ങൾ മനുഷ്യനോട് ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത്, എൻ്റെ ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ചിട്ട് വന്യമൃഗങ്ങളുടെ ആവാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനം അത് വലിയൊരു ഭവിഷ്യത്താണ്. ആ വ്യതിയാനം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, വനത്തിനുള്ളിൽ ആളുകൾ കടന്ന് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആവാസ മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ ഇടയിലേക്കൊരു കാട്ടുമൃഗം ഇറങ്ങി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്കയും ഭയവും അതേ അസ്വസ്ഥത തന്നെയാണ് കാടിനുള്ളിലേക്ക് മനുഷ്യർ പ്രവേശിച്ച് അവരുടെ ആവാസ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോഴുണ്ടാകുന്നത്. കടന്നു ചെല്ലുന്ന സാഹചര്യം കൂടി വിലയിരുത്തുക. ആവശ്യമില്ലാതെ ആളുകൾ വനത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. കാരണം മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ അത് അവിടെ നിന്ന് ഒരു പരിധിവരെ ഭയന്നിട്ടും
മനുഷ്യ മേഖലയിലേക്ക് കടന്നു വരും. ഭയന്നോടുന്ന ഒരു വന്യമൃഗത്തെ സംരക്ഷിച്ചത് അത് എങ്ങോട്ടാണ് പോകുന്നത് തന്നെ അറിയാൻ പറ്റത്തില്ല. വന്യമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം 2-3 വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. വന്യമൃഗം പേടി തട്ടിക്കഴിഞ്ഞാൽ ചില വന്യമൃഗങ്ങൾ ഓടിപ്പോവും, ചില വന്യമൃഗങ്ങൾ അക്രമകാരികളാകും, ചിലത് പതുങ്ങി നിലത്ത് കിടക്കും. ഈ 3 സ്വഭാവം വന്യമൃഗങ്ങളിൽ പ്രത്യേകതയാണ്. ഇത് കാടുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിനകത്തൊരു കാര്യം എടുത്തു പറയാനുണ്ട്. മനുഷ്യൻ്റെ വനത്തിനുള്ളിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണം വേണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം അതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനമാർഗം നടത്തുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. അവരുടെ ഒരു പ്രത്യേകത മറ്റെല്ലാ വിഭാഗങ്ങളെ കഴിഞ്ഞും അവർക്ക് വന്യമൃഗങ്ങളുമായിട്ട് ചില പ്രത്യേകതകളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മേഖലയിൽ ആനയുണ്ടോ എന്ന് അവരാദ്യം വീക്ഷിച്ചതിന് ശേഷമാണ് ആ മേഖലയിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പം വനവിഭവം ശേഖരിക്കാൻ ഒരു മേഖലയിലേക്ക് പോകുന്നത് അത് ഇന്ന മേഖലയിൽ വനവിഭവം ഉണ്ടെന്ന് അവർ കൃത്യമായിട്ട് അറിയാം. അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ആ വനവിഭവം നിൽക്കുന്നതിന് ഏതാണ്ട് ഒരു 10-50 മീറ്റർ അകലെ ചെന്നതിന് ശേഷം അവർ നിശ്ചലമായി നിന്ന് ഒന്ന് ചെവി കൂർമ്പിച്ച് പിടിച്ച് അവരൊന്ന് ശ്രദ്ധിക്കും. അതായത് ആനയുടെ സ്മെല്ലുണ്ടോ, ആന എവിടെയെങ്കിലും ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ചപ്പ് ചവറുകൾ ഒടിക്കുന്നതിൻ്റെ ശബ്ദമുണ്ടോ, ഇത് മറ്റ് ഈ ആനകളുടെ വേറൊരു പ്രത്യേക ശബ്ദമുണ്ട്, ആ ശബ്ദങ്ങളുണ്ടോ, ഇതെല്ലാം വീക്ഷിച്ചതിന് ശേഷം അവിടെ ആനയില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അവരങ്ങോട്ട് കടന്നു പോകുള്ളൂ. അത് അവരുടെ ഒരു പാരമ്പര്യ സ്വഭാവം. കാട്ടിനുള്ളിൽ താമസിക്കുന്നവരാണ്. കാട്ടിനുള്ളിൽ കാടിനെ അറിയാം. അല്ല, സാർ കാട്ടിനുള്ളിൽ താമസിക്കുന്നവരുണ്ട്. പക്ഷെ കാട്ടിനുള്ളിൽ താമസിക്കാതെ തന്നെ വനഭവം തേടാൻ പുറത്തു നിന്ന് കാട്ടിലേക്ക് പോകുന്നവരുണ്ട്. അവർക്ക് അതിന് പ്രത്യേക പരിശീലനമുണ്ടല്ലോ. ഈ രണ്ട് കൂട്ടർക്ക് ഇത് പാരമ്പര്യമായിട്ട് നല്ല അനുഭവ സമ്പത്തുള്ളവരാണ്. അതിനകത്തൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെടുന്ന ആളുകളിൽ അവർ വളരെ കുറവാണ്. ബാക്കി ആളുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കാരണം അത് അവരുടെ പരിജ്ഞാനമാണ് വനവുമായി ബന്ധപ്പെട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സമയപരിമിതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സാർ അനുവദിച്ചാൽ കുറച്ചുകൂടെ ഞാൻ വിശദീകരിക്കാം. എനിക്ക് തോന്നുന്നു സാറേ, ഈ വന്യമൃഗങ്ങൾ ഒരു കാരണവശാലും മനഃപൂർവ്വം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരെ ഉപദ്രവിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. പക്ഷെ അവർ തീറ്റ തേടി വരികയാണ്. അതായത് നിലവിൽ നേരത്തെ ഒരു 10-40 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വനത്തിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇന്നത് ലഭ്യമല്ല. അത് എണ്ണം കൂടിയിട്ടുണ്ടെന്ന് പറയുന്നതിനകത്ത് എനിക്ക് അത്ര ഒരു വിശ്വാസം വരുന്നില്ല. അതിനകത്ത് ഒരു കാര്യം കൂടെ പെട്ടെ, വന്യമൃഗങ്ങളുടെ എണ്ണം എടുക്കുന്ന പറയുന്നത് സാർ ഇതൊരു ഊഹാപോഹം മാത്രമാണ്. കാരണം ഇപ്പോൾ ഒരു 10 ആന ഇവിടെ കണ്ടു, 10 എന്നൊരു നമ്പർ ഇട്ടിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോയി. ചിലപ്പോഴൊരു 100-200 മീറ്റർ അകലെ ആയിരിക്കും അടുത്ത ആന ഉണ്ടെന്ന് ലക്ഷ്യം വെച്ച് നമ്മൾ പോകുന്നത്. ഈ 10 ആനയിൽ 1-2 ആന മറുവശത്തോടെ ഈ മറ്റേ ആനയുടെ അടുത്തേക്ക് ചെല്ലാം. ആ ചെല്ലുമ്പോഴും അവിടെ എണ്ണം വീണ്ടും കൂടും. ഇങ്ങനെ ഒരു കൃത്യമായ കണക്ക് അതിനൊരു കൃത്യമായ ശാസ്ത്രീയമായ ഒരു സംവിധാനം വേണ്ടേ? സംവിധാനം ഒരിക്കലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ കണക്കെടുക്കുന്ന ആളുകളുമായി ഒട്ടേറെ കാടനുഭവം ഉള്ള ഒരാളാണ്. അതെ, കാടനുഭവമുള്ള വന്യജീവികളായിട്ടും കാടായിട്ടും ഒക്കെ ഒട്ടേറെ അനുഭവങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ എണ്ണം എടുക്കുന്ന ആളുകളെ ആരെങ്കിലുമായിട്ട് പരിചയമുണ്ടോ? എണ്ണം എടുക്കുന്ന ആളുകളായിട്ട് ഇതുവരെ പരിചയപ്പെടാൻ അവസരം ഉണ്ടായിട്ടില്ല. പല പ്രാവശ്യം ഈ മൂന്നാർ മേഖലയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ നടക്കുന്നു എന്ന് കേട്ടിരുന്നു. പോകാനോ പങ്കെടുക്കാനോ. അപ്പൊ അതിന്റെ ശാസ്ത്രീയതയിൽ അങ്ങക്ക് അത്ര പൂർണ്ണ വിശ്വാസം ഇല്ല. കാരണം ഈ ആനയുടെ കൂട്ടങ്ങൾ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മിശ്രമാകാം. ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട്. ഇത് ആരുടെയും നോട്ടത്തിൽ കാണാതെ ഒറ്റയാന്ന് പറയുന്ന വിഭാഗമുണ്ട്. ആനയെ പോയി തൊട്ട് എണ്ണാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഉദ്ദേശമാണ്. കാരണം ഈ ഒറ്റയാന്ന് പറയുന്ന ആനയെന്ന് പറഞ്ഞാൽ മറ്റു ആനകളുമായിട്ട് കൂട്ടം കൂടിയല്ല. അങ്ങനെ അറിയാലോ, ഇപ്പൊ കടുവയുടെ എണ്ണം എടുക്കുന്നുണ്ട്, പുലിയുടെ എണ്ണം എടുക്കുന്നുണ്ട്. ഈ പുലി കടുവയൊക്കെ എണ്ണം എടുക്കുന്നതിനൊക്കെ വളരെ എളുപ്പമാണല്ലോ ആനയുടെ. അതെ, പക്ഷെ ഈ എണ്ണം എടുക്കൽ എന്ന് പറയുന്നത് ഒരു ഉദ്ദേശം എന്ന് പറയും. എന്റെ വിലയിരുത്തൽ പറഞ്ഞ ഒരു ഉദ്ദേശം, അപ്രോക്സിമേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ കണക്കാണ് പലപ്പോഴും പുറത്തു വിടുക. കൃത്യമായി കണക്ക് പറയാൻ ആരെ കൊണ്ടും കഴിയില്ല സാർ. കാരണം നമ്മുടെ പിടി ഇത്ര മുഴ ഇത്ര കൊമ്പൻ എന്നൊക്കെ പറഞ്ഞു അത്രേ ഉള്ളൂ, പറയാൻ പറ്റത്തില്ല. കാരണം വനം വിസ്തൃതമായ വനത്തിനുള്ളിലാണ്. ഈ എണ്ണം എടുക്കാൻ പോകുന്ന ആളുകളും അവർക്കും ജീവനാൽ ഭയമുണ്ട്. ഇപ്പൊ അങ്ങ് തീർച്ചയായിട്ടും ഈ വളരെ വലിയൊരു പരിസ്ഥിതിവാദി എന്ന വണ്ണം എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലല്ലോ, അത് തീർച്ചയായിട്ടും ആവാം. പക്ഷെ ആന എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ്. ഒരു സംശയമില്ല, ബഷീർ പറഞ്ഞ പോലെ ഒരു സംശയമില്ല. മനുഷ്യനുള്ള അതേ അവകാശം തന്നെ മറ്റ് ജീവികൾക്കുണ്ട് ഈ ഭൂമിയിൽ. അപ്പോൾ ഈ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറക്കവും ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അത് വലിയ അവരുടെ ജീവന് ഭീഷണിയാകുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ നാം ഗവൺമെൻറ്റിനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യകത പോലും, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യകതയില്ല. അപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഈ പണ്ടൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ തുരത്താൻ പടക്കം പൊട്ടിക്കുക, തീ എറിയുക, അതൊന്നും ശരിയായ ഏർപ്പാടല്ല. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, തീ എറിയുക, അങ്ങനെ പല തരം വിരട്ടൽ തന്ത്രങ്ങൾ മനുഷ്യൻ സ്വീകരിച്ചിരുന്നു. ഇപ്പം അതൊന്നും സ്വീകരിക്കാൻ അത്ര എളുപ്പമല്ല. അതിൻ്റെ കാരണം വെച്ചാൽ കർശനമായ വന നിയമങ്ങളുണ്ട്.
വന്യജീവി സംരക്ഷണ നിയമങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും അത്ര സാധ്യമല്ല. അതുകൊണ്ട് ഒരു ഭയമില്ലാത്തൊരവസ്ഥ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊക്കെ ഉള്ളതുപോലെ ആനയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ആനയ്ക്ക് ഭയമുണ്ട് സാർ. ആനയ്ക്ക് ഭയമില്ലാതാകുന്നതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്കാണെങ്കിൽ തന്നെ ആദ്യമായിട്ടൊരു ആനയെ കാണുമ്പോൾ വലിയ ഭയപ്പാടായിരിക്കും, കാട്ടിൽ വെച്ചായാലും കൂട്ടിമുട്ടുമ്പോഴും. ഇത് നിരന്തരം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഭയപ്പാടങ്ങ് മാറും. ആനയുടെ ഈ ഒരു സ്വഭാവം തന്നെയാണ്. അത് തന്നെ ആളുകളിലേക്ക് കടന്നു വന്നു പലപ്പോഴായിട്ട് ആളുകളെ കണ്ടു, ആളുകൾ ഇങ്ങനെ പടക്കം പൊട്ടിച്ചും വെടിവെച്ച വെച്ചും പാട്ടക്കൊട്ടിയും ഒക്കെ ഇതിനിങ്ങനെ പേടിപ്പിച്ച് ഒരു നിശ്ചിത കാലയളവിൽ ഇതങ്ങ് പോകും. അത് കഴിയുമ്പോൾ ഇതിനത് ഒരു സ്ഥിരം ശബ്ദമായി കേട്ട് കഴിയുമ്പോൾ അതിനതൊരു വിഷയമല്ല. അത് തിരിച്ചു വരും. ഇപ്പൊ AI ഉപയോഗിച്ച് ആനയെ ഓടിക്കുന്ന സംവിധാനത്തിൽ ഇത് സംഭവിക്കാം. അത് പരിചയമായി കഴിയുമ്പോൾ അതെ, ഒരു സംശയം വേണ്ട സാർ. ഞാനിത് പറയുന്നത് സാറേ എന്താണെന്നറിയോ, അനുഭവ സമ്പത്തുകൊണ്ടാണ് പറഞ്ഞത്. ഈ മറ്റ് നിരീക്ഷണങ്ങളെക്കാൾ കൂടുതൽ അനുഭവമാണ് ഗുരു എന്ന് പറഞ്ഞാൽ അനുഭവ സമ്പത്തൊരു വലുതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ആനത്താറയെന്ന് സാർ കുറച്ചു മുമ്പ് സംസാരിച്ചു. സാറേ, ആനയ്ക്കെന്നല്ല വന്യമൃഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ആരും ഒരു താരയും ഒരുക്കണ്ട. പ്രകൃതിദത്തമായിട്ട് ഈ ജീവജാലങ്ങൾക്കെല്ലാം സഞ്ചരിക്കാനുള്ള താരകൾ പ്രകൃതി നിർമ്മിച്ചിട്ടുണ്ട്. ഈ താരകളിൽ വരുന്ന ബ്ലോക്കുകളും ഈ താരകളിൽ വരുന്ന തടസ്സങ്ങളും അവർക്ക് സ്വൈരവിഹാരത്തിനുള്ള തടസ്സങ്ങളും വരുമ്പോഴാണ് ഇവൻ അക്രമാസക്തമാകുന്നത്. അതിലുപരി നമ്മളൊരു കാര്യം പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനകളുടെ ആവാസ മേഖലകളിൽ സ്ഥലത്തിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ടാകാം, അല്ലെങ്കിൽ സ്ഥലം വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവരായിരിക്കാം അവിടെ കയറി താമസിക്കുന്നുണ്ട്. അത് അവരുടെ തെറ്റല്ല, അവരുടെ സാഹചര്യം. അപ്പോൾ ഇപ്പോൾ ചിന്നക്കനാൽ ഉദാഹരണം പറയാം. അവിടെ നിരന്തരം കേരളത്തിൽ ഇപ്പോൾ നിരന്തരം ഏറ്റവും കൂടുതൽ ആനയുടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ചിന്നക്കനാൽ, ഏറ്റവും കൂടുതൽ ചിന്നക്കനാൽ. ഇപ്പൊ ചിന്നക്കനാലിൽ ഞാൻ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ ചിന്നക്കനാലിലേക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആനയുടേതായ ഒരു ആവാസ മേഖലയായിരുന്നു. അവിടെ മനുഷ്യൻ വീട് വെച്ച് താമസിക്കുമ്പോൾ ആനയുടെ ആവാസ മേഖലയ്ക്കുണ്ടായ കോട്ടമാണ് ആന അവിടെ മനുഷ്യനുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാകുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, സമയപരിമിതി ഉള്ളതുകൊണ്ട് ചുരുക്കാൻ പോവുക, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, ഇപ്പോഴും സർക്കാർ പറയുന്നു അല്ലെങ്കിൽ ജനപ്രതിനിധികൾ പറയുന്നു ഈ വൈദ്യുതി വേലി, മതിൽക്കെട്ട് ഇതെന്നൊക്കെ പറഞ്ഞ സാർ ഒരു കാരണവശാലും ഇത് പ്രായോഗികമല്ല. ഇതൊരു കുറച്ച് കാലം നിലനിൽക്കും. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഒരു വൈദ്യുതി വേലി നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മരം ഒടിഞ്ഞ് ആ വൈദ്യുതി വേലിയിലേക്ക് വീഴും. ഇതെപ്പോൾ ഒടിയും വീഴുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇത് ഒടിഞ്ഞ് വീഴുന്നത് ശരിയാണെങ്കിൽ അതിലൂടെ കടന്നു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് കടന്നു വരാൻ കഴിയും. വനത്തിനുള്ളിൽ ഒറ്റയ്ക്കൊരാൾ താമസിച്ചിട്ടുണ്ടെന്ന് ഞാൻ പോയി കണ്ട ഒരു അനുഭവം പറയാം. അയാൾ ഇങ്ങനെ ഒരു മുള്ളുവേലി ചുറ്റും വലിച്ചിട്ട് നിലത്തൊരു ഷെഡ് വെച്ച് കിടക്കുന്നു, ഒരു ഏലത്തോട്ടക്കാരന്. ആ മുള്ളുവേലി കുറേ കാലം നിലനിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആന അങ്ങോട്ട് എടുത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തടി ഒടിഞ്ഞ് ആ മുള്ളുവേലിൻ്റെ മുകളിലേക്ക് വീണു. ആ മുള്ളുവേലി നിലം പത്തി വീണു. ആന അതിൻ്റെ മുകളിൽ കൂടെ കയറി വന്ന് ആ ഷെഡ് എടുത്ത് കളഞ്ഞു. ഇത് അനുഭവമാണ്, കണ്ട കാഴ്ചയാണ് പറഞ്ഞത്. അത് സ്വാഭാവികമാണല്ലോ. അത് സ്വാഭാവികമാണ്. ഈ വൈദ്യുതി വേലിക്കും അത് ഈ വൈദ്യുതി വേലികൾ പലപ്പോഴും നിർമ്മിക്കുന്നതെല്ലാം വനത്തിലാണ് താനും. അതെ, ഏതായാലും മരം മറിയാതിരിക്കില്ല, കാറ്റത്ത് കമ്പൊടിയാതിരിക്കില്ല. ഇത് സംഭവിച്ച് ഇതിന്റെ മേളിൽ വീഴുകയും സത്യത്തിൽ ഫെൻസിങ് ഇല്ലാതാവുകയും ചെയ്യും. പിന്നെ മനുഷ്യനും ഭീഷണിയല്ലേ ഫെൻസിങ്? മനുഷ്യനും ഒരു പരിധിവരെ ഭീഷണിയാണ്. ഇത് അവർ പറയുന്ന അവകാശപ്പെടുന്നത് മാത്രമല്ല, ഇത് എല്ലാ മൃഗങ്ങളെയും അടിക്കാം. ഇത് ചെന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരു എർത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാറും. അതാണ് ഇതിൻ്റെ ഒരു ശിഷ്ടം. എൻ്റെ ഒരു വിലയിരുത്തലില്ല സാറേ, ഇതൊന്നും ശാശ്വതമല്ല. ശാശ്വതമെന്ന് ഞാൻ വിലയിരുത്തുന്നത്, ഈ വന്യമൃഗങ്ങളുടെ ആവാസ മേഖലയിലുള്ള മനുഷ്യനെ അവർക്ക് മാന്യമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുക, അവരുടെ എല്ലാ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് അവരെ പുനരധിവസിപ്പിക്കുക, അവർക്ക് അതിന് വേണ്ടപ്പെട്ട എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുക. അപ്പോൾ രണ്ട് ഗുണമുണ്ട് സാർ. അപ്പോൾ അങ്ങേക്കറിയാലോ, അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പം അങ്ങനെ ഒരു നമ്മളൊരു സോൺ കണ്ടെത്തി, അങ്ങനെ ഒരു പ്രദേശം കണ്ടെത്തി ആളുകളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ, ഒരു നിശ്ചിത ഏരിയയിലുള്ള ആളുകൾ താമസിപ്പിക്കുകയാണെന്നിരിക്കട്ടെ, ഏതാണ്ട് ഒരു 4-5 വർഷം കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ആന ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത ഒരു പ്രദേശം നമ്മൾ കണ്ടെത്തണ്ടേ? ഇല്ല സാർ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ കൈവശം വനവുമായി ബന്ധമില്ലാത്ത മേഖലകളിൽ പ്ലാന്റേഷന് വേണ്ടി സർക്കാർ എടുത്തിട്ട് കാലാവധി കഴിഞ്ഞിട്ടുള്ളത്, സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടം കൊടുത്തിട്ട് കാലാവധി കഴിഞ്ഞിട്ടുള്ള റവന്യൂ ഭൂമികൾ ഇഷ്ടം പോലെ ഉണ്ട് സാർ. ആ റവന്യൂ ഭൂമി കണ്ടെത്തിയിട്ട് വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ, വനത്തിനുള്ളിൽ കിടക്കുന്നവരെ അതിലേക്ക് മാറ്റിയതാണ്. അതിലേക്ക് മാറ്റുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഇവർക്ക് സൗകര്യപ്രദമായിട്ട് ജീവിക്കാനും കഴിയും, ഈ വന്യമൃഗങ്ങൾക്ക് അവരുടെ ആവാസ മേഖല നിലനിർത്താനും കഴിയും. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾക്ക് വനത്തിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുക.
ഭക്ഷണം ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ വനത്തിനുള്ളിൽ കയറി ഒരുവിധ നിർമ്മാണവും നടത്താൻ പാടില്ല. ഇപ്പം അതിൽ ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിനുള്ളിൽ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ വന്യജീവികൾക്ക് വിരുദ്ധമായിട്ടുള്ളത്. അവർക്ക് കുടിവെള്ളം കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം. അവർ ഒത്തിരി പരിസ്ഥിതി സൗഹൃദപരമായാണ് ചെയ്യുന്നതെന്നാണല്ലോ അവർ പറയുന്നത്. അതിനകത്ത് ഒത്തിരി ദോഷമുണ്ട് സാർ. ഇപ്പോൾ അതുമായി പറയുമ്പോൾ വിശദീകരിക്കാൻ കുറേ സമയം പിടിക്കും. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോൾ ഈ വനത്തിൽ കുറേ കാലമായിട്ട് വനത്തിൽ അടിക്കാട് വെട്ടുക എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യുന്നുണ്ട് സാർ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. കാരണം എന്താ, ഈ അടിക്കാടിനെ ആശ്രയിച്ച് ഒട്ടനവധി ചെറു ജീവികൾ കഴിയുന്ന അടിക്കാടിനെ ആശ്രയിച്ചാൽ ഈ അടിക്കാട് വെട്ടിക്കഴിയുമ്പോൾ ഈ അടിക്കാട്ടിലുള്ള ഈ ചെറു ജീവികൾ, എലിയ്, കീരി, അണ്ണാൻ, ഇങ്ങനെ ഒട്ടനവധി ചെറു ജീവികൾ, ഉടുമ്പ്, ഇതുപോലുള്ള ഒത്തിരി ചെറു ജീവികൾ. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഈ അടിക്കാട് എന്ന് പറയുന്നൊരു സംവിധാനം, പിന്നെ എടക്കാട് എന്ന് പറയുന്നൊരു സംവിധാനം, പിന്നെ അതിന്റെ മേളിൽ മറ്റൊരു സംവിധാനം, ഇങ്ങനെ 3 വിധാനങ്ങളിലായിട്ടാണല്ലോ കാട് നിൽക്കുന്നത്, പലപ്പോഴും നിൽക്കുന്നത്. ആ 3 വിധാനങ്ങളിലായി കാട് നിൽക്കുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടല്ലോ. അതിന് ചില പ്രത്യേകത പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ അശാസ്ത്രീയമായ നിലയിൽ ഈ അടിക്കാട് വെട്ടിക്കളയുന്നത്? അശാസ്ത്രീയമായ നിലയിൽ അടിക്കാട് വെട്ടുന്നത് എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച് ഒരു കാരണവശാലും അവരത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ചെയ്യുന്നതിന്റെ പിന്നിൽ എന്താണ് നേട്ടം എന്നുള്ളത് നാളുകളിലേക്കുള്ള മരങ്ങളെ ഒക്കെ നാളുകളിലേക്കുള്ള മരങ്ങളെ ഇല്ലാതാക്കുന്നത് മാത്രമല്ല സാർ, അതാണ് കുറെ കൂടി ചിന്തിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ. ഈ ഇപ്പൊ സാർ ആദ്യം അവിടെ ജീവിക്കുന്ന പ്രത്യേകതരം ജീവികൾ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ ചെറു ജീവികൾ സാർ, ഈ ചെറു ജീവികളെ, അതായത് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്ന ഒരു പരിചക്രമാണ്, അറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെറു ജീവികളെ തിന്ന് അതിനേക്കാൾ മുഴുത്തൊരു ജീവിക്കുന്നു, അതിനെ തിന്ന് അതിൽ വലിയ ജീവി. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു മേഖലയിൽ അടിക്കാട് വെട്ടി നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ചെറു ജീവികൾ നഷ്ടപ്പെടുന്നു. അതിനെ ഭക്ഷിക്കേണ്ട ആ ജീവിക്ക് ഈ ഭക്ഷണം കിട്ടുന്നില്ല, മറ്റേ ജീവിയെ ഭക്ഷിക്കേണ്ട ജീവിക്ക് ഈ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ആവാസ വ്യവസ്ഥയുടെ ലംഘനം. ഇത് നടക്കുന്നത് തന്നെ വന്യമൃഗങ്ങള് ജനങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ഏറ്റവും വലിയ ഒരു കാരണമാകുന്നു. അപ്പോൾ ഈ അടിക്കാട് വെട്ടുന്നതിലൂടെ ഒരു ആവാസ വ്യവസ്ഥയെ റദ്ദ് ചെയ്യുകയാണ്. അതെ, അടിക്കാട് വെട്ടുന്നതിൽ 2 കാര്യമുണ്ട്. ആദിവാസികളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഔഷധങ്ങളടക്കം ഒട്ടനവധി വനവിഭവങ്ങൾ അടക്കം ഈ അടിക്കാടുമായി ബന്ധപ്പെട്ട് വളരുന്നതുണ്ട്. പിന്നെ കുറെ കാലഘട്ടങ്ങളിൽ വനം വകുപ്പ് ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്കുള്ള വള്ളികൾ ഇങ്ങനെ കിടക്കുന്നത് വെട്ടുന്നൊരു സ്വഭാവമുണ്ട്. ഒരു കാരണവശാലും വെട്ടാൻ പാടില്ല. അതിനകത്തൊരു ശാസ്ത്രീയ വശമുണ്ട്. ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിലേക്ക് മരപ്പെട്ടി പോലുള്ള ജീവികൾ സഞ്ചരിക്കുന്ന ഈ വള്ളി വഴിയാണ്. കുരങ്ങ് കടന്നു പോകുന്ന ഈ വള്ളി വഴിയാണ്. ഈ വള്ളികളിൽ പലവിധ കായ്കളുണ്ടാകും. ഈ കായ്കൾ മരപ്പെട്ടി ഉൾപ്പെടെയുള്ള പല ജീവികളും ഭക്ഷിക്കുന്നതാണ്. ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ മൊത്തമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പ്രകൃതിദത്തമായിട്ട് കൊടുത്തിരിക്കുന്ന വനത്തിൽ ഒരു കാരണവശാലും ഒരുവിധ നിർമ്മാണ പ്രവർത്തനവും വനത്തിനുള്ളിൽ നടത്താൻ പാടില്ല. വനമായി തന്നെ സംരക്ഷിക്കണം. ജീവികളായി തന്നെ സംരക്ഷിക്കപ്പെടണം. എന്നാൽ മാത്രമാണ് ഈ സംഘർഷം ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ പറ്റി ശാസ്ത്രീയമായി പഠിച്ച സമയത്തിന്റെ കുറവുണ്ട്. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഈ മനുഷ്യന്റെ കാടിനകത്തെ ഇടപെടൽ പണ്ടത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടില്ലേ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന നായാട്ടുകാർ പണ്ടത്തെ കുറഞ്ഞു. ആ കുറഞ്ഞപ്പോഴും ഉള്ള ചില അനുഭവങ്ങൾ, ചില ആളുകൾ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് സാറ് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വനത്തിനുള്ളിൽ ഒരു സംഘം ആളുകൾ പ്രവേശിച്ചിട്ട് ചാരായം മാറ്റുക. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞ് അത് അവർ ചെന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോലീസിന്റെ സഹായം തേടുന്നു. പോലീസുകാർ വന്നപ്പോൾ പോലീസുകാരെ ആക്രമിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവമൊക്കെ വനത്തിനുള്ളിൽ നടക്കുന്നത് വന്യമൃഗങ്ങളുടെ ആവാസത്തിന് വലിയ കോട്ടം സംഭവിക്കും. ഈ വന്യമൃഗങ്ങൾക്ക് വെളിച്ചോ തീവെട്ടമോ ഒക്കെ വലിയ ഭയപ്പാടാണ്. അപ്പോൾ വനം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അതിനുള്ളിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ട് വനം സംരക്ഷിക്കരുത്. പ്രകൃതിദത്തമായ നിർമ്മാണ പ്രവർത്തനം. വന്യജീവികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതും കുടിവെള്ളം ഉണ്ടാക്കുന്നതും നല്ലതാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാർ. ആനയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ കാലങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 10, 20, 30 വർഷങ്ങൾക്ക് മുമ്പ് വനത്തിനുള്ളിൽ ഈ തടയണ നിർമ്മിക്കുക എന്ന് പറഞ്ഞൊരു പദ്ധതി വനംവകുപ്പ് ചെയ്തിരുന്നു. അത് വലിയ ദോഷമായി ബാധിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങൾക്ക് അത് വലിയ ദോഷം സംഭവിച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞു തന്നാൽ ഈ ആനത്താരകളും ഒക്കെ ഏതാണ് എന്ന് മനസ്സിലാക്കാതെ തന്നെ ഈ തടയണകൾ നിർമ്മിച്ചിടത്തോടെ ആനയ്ക്ക് കടന്നു പോകാൻ പറ്റില്ല. ആനയ്ക്ക് ഒരു നിശ്ചിത ഉയരത്തിൽ കല്ലുകൾ ഇങ്ങനെ തടഞ്ഞ് കെട്ടി നിർത്തി കഴിഞ്ഞാൽ ആനയ്ക്ക് കടന്നു പോകാൻ പറ്റത്തില്ല. ആന എപ്പോഴും ഈ തടസ്സങ്ങൾ ഒഴിവായി സഞ്ചരിക്കുന്നൊരു ജീവിയാണ്. അതിന് പ്രത്യേക സ്ഥലവും വഴികളും അതിനറിയാം. പക്ഷെ അവിടെയെല്ലാം ഉണ്ടാകുന്ന ഈ അനിയന്ത്രിതമായിട്ടുള്ള ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. പലപ്പോഴും പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത ഒട്ടേറെ നിർമ്മാണങ്ങൾ, ഒട്ടേറെ ഇടപെടലുകൾ ഒക്കെ കാട്ടിൽ സംഭവിക്കുന്നുണ്ടെന്നാണ് അങ്ങ് പറയുന്നത്. അതെ ഇല്ലേ? ഇതൊക്കെ മൂലം ഈ കാട്ടുമൃഗങ്ങൾ അസ്വസ്ഥരാവുകയും അവർ നാട്ടിലേക്ക് ഇറങ്ങുകയും
നാട്ടിൽ മനുഷ്യരെ കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറേ കൂടി അങ്ങനെ പറയുന്നതനുസരിച്ചാണ് കുറേ കൂടി ശാസ്ത്രീയമായ മനഃശാസ്ത്രപരമായ പഠനങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ ആവശ്യമുണ്ട്. തീർച്ചയായും ഇല്ലേ? കുറച്ചും കൂടി കുറച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ ആവശ്യമുണ്ട്. എന്നിട്ട് വേണം ഈ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ. അതെ അല്ലാതെ ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു കാര്യൂടെ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇപ്പോൾ അവിടെയൊക്കെ കേൾക്കുന്നത് പുലി ചത്തു, കടുവ ചത്തു, ആനയുടെ ജഡം കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യൻ സംഘടിതമായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഒരു പരിധിവരെ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മനുഷ്യൻ ചെയ്യാൻ പാടില്ലായില്ല. കൃത്യമായി നമുക്ക് ചെയ്തു പറയാനും പറ്റത്തില്ല. ഇതൊക്കെ വലിയ തെറ്റാണെന്ന് ജനത്തിന് അറിയാം. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയാൽ അവരെ നമ്മൾ തെറ്റു പറയാൻ കഴിയില്ല. കാരണം അവർ നിയമത്തിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ കുറ്റം തന്നെയാണ്. ഇപ്പോൾ വന്യമൃഗങ്ങൾക്കുള്ള ഒരു സംരക്ഷണമോ വിലയോ മനുഷ്യനില്ല. അതാണ് നമ്മുടെ സമൂഹത്തിലെ മറ്റൊരു കാര്യം. ഞാൻ പറയുന്നത് വന്യമൃഗത്തെയും മനുഷ്യനെയും കൂടെ സംരക്ഷിച്ചുകൊണ്ട് ഈ സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിനുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ അത്തരം കാര്യങ്ങളോട് ഇപ്പോൾ ഒരു ആനക്കുട്ടിയുടെ പന്നിപ്പടക്കം എടുത്ത് ആനക്കുട്ടിയെ സംരക്ഷിക്കണം. ആനക്കുട്ടി ചത്തുപോയല്ലോ, അത് സംരക്ഷിക്കേണ്ടതാണ്, കാര്യത്തിൽ സംശയം. അല്ലെങ്കിൽ ആനയ്ക്ക് എവിടെയെങ്കിലും ചെറുതായിട്ട് കാലിൽ മുള്ളു കൊണ്ടാൽ മതി, വനവകുപ്പ് അത് അറിയുകയും പിന്നെ കുങ്കിയാനെ കൊണ്ടുവരുന്നു, അതിനെ ചുറ്റുന്നു. അത് എത്ര 10,000 രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്, അല്ലേ? ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. ഒരു മനുഷ്യൻ എവിടെയെങ്കിലും മുറിവേറ്റ് കിടന്നാൽ അത്രയും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സാറേ ഞാൻ പറഞ്ഞത്, ഈ ചെലവഴിക്കുന്ന പണങ്ങളുടെ എല്ലാം കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഈ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഈ സംഘർഷ മേഖലയിൽ താമസിക്കുന്ന ആളുകളെ ഒന്ന് മാറ്റിപ്പാർപ്പിച്ചാൽ മതി. 100% അത് ഗുണകരമായി വരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ നമ്മൾ ഈ സർക്കാർ ഇത്തരം ആനയ്ക്ക് അപകടം ഉണ്ടായാൽ അതിന് ചികിത്സിക്കാൻ മുടക്കുന്ന പണം, ഒരു അപകടം ഉണ്ടായാൽ ഒരാൾക്ക് കൊടുക്കുന്ന പണം, അതിൻ്റെ മറ്റ് ഇവരുടെ വരവ് ചെലവ് പോക്ക് കാര്യങ്ങളെല്ലാം കൂടുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്നുണ്ട്. ഈ പണം എല്ലാം കൂടെ ഒന്ന് സ്വരുക്കൂട്ടി ഒരു ഡെവലപ്പ് ചെയ്ത് നോക്കിയാൽ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിനകത്ത് മർമ്മപ്രധാനമായ ഒരു കാര്യം, വനത്തിനുള്ളിൽ താമസിക്കുന്ന ഒരു വിഭാഗമുണ്ട് സാർ. ഞാനിപ്പോൾ ഈ ചർച്ച തുടങ്ങിയത് ശ്രീനിവാസനുമായി ചർച്ച തുടങ്ങിയത് ഈ ഇന്ദിര രാമകൃഷ്ണൻ എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. ദാരുണമാംവിധം ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു അവരെ. അങ്ങനെ മരിക്കുന്ന ആളുകളെ സർക്കാർ വളരെ വളരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കാര്യക്ഷമമായി പരിരക്ഷിക്കണ്ടേ? സർക്കാർ ആളുകളെ പരിരക്ഷിക്കണം. ഇപ്പോഴത്തെ ഒരു സംവിധാനവും കാര്യങ്ങളും വെച്ചിട്ട് അവർക്ക് ഒരു 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മാന്യമായ ഇടപെടൽ ആരംഗത്തുണ്ട് എന്ന് തന്നെയാണ് നമുക്കതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അത് ഒക്കെ ഒരു താൽക്കാലിക ഒരു ഇടപെടൽ അല്ലെ, താൽക്കാലിക ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ സാർ. മരണത്തിന് പകരമാകുന്നില്ല. ഒരാൾ നഷ്ടപ്പെട്ടാൽ എന്ത് കിട്ടിയാലും അത് പകരമാകില്ല സാർ. പക്ഷേ ആ കുടുംബത്തിന് ഒരു ആശ്വാസം, ചിലപ്പോഴും ആ മരണപ്പെട്ട ആളായിരിക്കാം ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നത്. അപ്പോൾ അതിന് ഒരു സമാശ്വാസം. ഇനി വരുന്ന ആളുകളിൽ ഇത് കുറയുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? വന്യമൃഗ ആളുകളും തമ്മിലുള്ള ശല്യം ഒരു കാരണവശാലും ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തിടത്തോളം കാലം ഒരിക്കലും കുറയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അങ്ങ് ഇവിടെ വരികയും ഈ കാര്യങ്ങളിൽ വളരെ ഭിന്നമായ രീതിയിൽ തന്നെ വളരെ പരിസ്ഥിതി സൗഹൃദപരമായി വന്യജീവി സൗഹൃദപരമായി സംസാരിച്ചതിന് നമസ്കാരം. മനുഷ്യർ മരിക്കുന്നത് വളരെ ദാരുണമാണെങ്കിൽ പോലും വന്യജീവികളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന പരിസ്ഥിതിവാദികൾ നമ്മുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും ഈ ഭൂമി എല്ലാ ജീവികൾക്കും ഒരുപോലെ ജീവിക്കാൻ അവകാശപ്പെട്ടത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയമായ പഠനങ്ങൾ ഇനിയും വേണ്ടതുണ്ട് എന്നാണ് ഈ ചർച്ച ചൂണ്ടിക്കാണിക്കുന്നത്. നന്ദി, നമസ്കാരം.